ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെ, അവസാനത്തെ ചാപ്റ്റർ ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിച്ച ആൾക്കാർക്ക്. ഇനി മിസ്സെ പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ കമോൺ, നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാനാണ്. പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സ് സിമ്പിൾ ആണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. യെസ്, ഇത് സിമ്പിൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സാം പേപ്പറിൽ ചോദ്യം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഇക്വേഷൻ മറന്നുപോയാല് അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടാവും അല്ലെ. എന്ത് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അഡിഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, വിട്ടുപോയില്ല. ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യില്ല, മാർക്ക് നഷ്ടപ്പെടില്ല. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് മൊത്തം കോർ ഇരിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നോക്കണം. ഈ ചോദ്യം എങ്ങനെയാണ്: എ ടീച്ചർ വോണ്ട് ടു അനലൈസ് ദ പെർഫോമൻസ് ഓഫ് 2 സെക്ഷൻസ് ഓഫ് സ്റ്റുഡൻസ് in mathematics test of 100 marks. Looking at their performance, she found that few students got 20 marks, under 20 marks, few got 70 marks or above. So she decided to group them into intervals of varying sizes as follows: 0 to 20, 20 to 30, 60 to 70, 70 to 100. Then she performed the following table. അതായത് ഒരു ക്ലാസ്സിലെ ടീച്ചർ എക്സാം നടത്തി, നമ്മുടെയൊക്കെ ക്ലാസ്സിൽ നടക്കാറുള്ളതാണ്. എക്സാം നടത്തി അതിന്റെ ബേസിൽ മാർക്ക്, കുട്ടികൾക്കൊക്കെ മാർക്ക് കിട്ടി. അതിന്റെ ബേസിൽ ടീച്ചർക്ക് എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിലെ കുട്ടികളെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കണം അല്ലെ. കൂടുതൽ അറ്റൻഷൻ വേണ്ട കുട്ടികളും അല്ലെ, അങ്ങനെയുള്ള 2 കാറ്റഗറി ആയിട്ട് തിരിക്കണം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അല്ലെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം, ടീച്ചേഴ്സിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഒരു ഡാറ്റ ഉണ്ടാക്കി, മാർക്സ് ഒക്കെ വാങ്ങി ഡാറ്റ ഉണ്ടാക്കി. അപ്പൊ ഈ ഡാറ്റ വെച്ച് ടീച്ചർ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ്. പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പോവാണ്. പക്ഷേ ടീച്ചർ എങ്ങനെ വരച്ചിട്ടും ശരിയാവുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? നമുക്കറിയാം, ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മളുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ആ വിഡ്ത്തില്ല, അത് പ്രപ്പോർഷണൽ ആയിരിക്കണം അല്ലേ. അപ്പോ ഇവിടെ നോക്കുന്ന സമയത്ത് വിഡ്ത്ത്, ക്ലാസ് വിഡ്ത്ത് നോക്കി, ഇവിടെ 20 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 30 ആണ്. അതായത് ഈ ക്ലാസ് വിഡ്ത്ത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നു, വാരിയിങ് ക്ലാസ് വിഡ്ത്ത് അല്ലേ. ഡാറ്റ കണ്ടിന്യൂസ് ആണ്, കുഴപ്പമില്ല, ഡാറ്റ കണ്ടിന്യൂസ് ആണ്, പക്ഷേ വിഡ്ത്ത് വാരിയിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വിഡ്ത്ത് വാരിയിങ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, വാരിയിങ് വിഡ്ത്ത് വരുമ്പോൾ. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു കോളം എഴുതുക, വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുക്കുക. ഇവിടെ വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത് നോക്കിയോ, 0 to 10, 0 to 20 എന്ന് പറയുമ്പോൾ വിഡ്ത്ത് 20 ആണ്. 20 to 30 എന്ന് പറയുമ്പോൾ 10 ആണ്. 30 to 40 10 ആണ്. 40 to 50 10 ആണ്. 50 to 60 10 ആണ്. 60 to 70 10 ആണ്. 70 to 100 30 ആണ്. വിഡ്ത്ത് സെറ്റായി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പൊ നമ്മുടെ വിഡ്ത്തും ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിളും പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും ചിന്തിക്കേണ്ട. സിമ്പിൾ ആയിട്ട് ഈ തന്നിരിക്കുന്ന വിഡ്ത്തിൽ നിന്ന് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യണം. തന്നിരിക്കുന്ന വിഡ്ത്തിൽ നിന്ന് നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യണം. അത് വേറെ ആരുമല്ല, ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു വാല്യൂ. ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഞാൻ 10 സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 7 divided by 20 into 10. ഇതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടും. 7 divided by 2 എന്ന് പറഞ്ഞാൽ 3.5. ഇതാണ് ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. കാരണം ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത നോക്കുക, 10 divided by 10 into 10 എന്ത് വരും, 10 എന്നുണ്ട്. ഇതേപോലെ വിഡ്ത്ത് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി 7 divided by 20 into 10. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് ആ 10 എവിടുന്ന് വന്നു? എടാ മക്കളെ, ഈ വിഡ്ത്തിൽ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക, ദാറ്റ് ഇസ് 10. എന്നിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ബാക്കി എല്ലാവരും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ,
ഈ തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇനി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഉപയോഗിച്ച്, അതായത് ഫ്രീക്വൻസിക്ക് പകരം നിങ്ങൾ ഇനി ഈ വാല്യൂ ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ. യെസ്, അപ്പൊ അങ്ങനെ രീതിയിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. 0 to 20 എന്താണ് 3.5, 0 to 20 3.5. ഈ 20 to 30 10 ആണ്. നോക്കിക്കോ, 20 to 30 10 ആണ്, 30 to 40 10 ആണ്. അപ്പൊ അതേ ഡാറ്റ വെച്ച് കണ്ടോ, 70 to 100 എന്ന് പറഞ്ഞ കണ്ടോ 2.67. 2.67, 2.5 കഴിഞ്ഞ് കുറച്ച് മുന്നിൽ. അപ്പൊ ഇങ്ങനെ വരും നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്റോഗ്രാം ആണ്. അപ്പൊ ഇതേ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഒക്കെ സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, മുമ്പിലും ബാക്കിലും ഇത് നമ്മൾ ക്ലോസ് ചെയ്യൊക്കെ വേണം. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നിഞ്ച ബാച്ചിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. അതേപോലെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിഞ്ച ബാച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ, നമ്മൾ 9th ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നെക്സ്റ്റ് ഇയറിലേക്കുള്ള 10th ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ 10th അസ്ത്ര ബാച്ച് ആണ്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ടോപ്പിക് പോലും വിടാതെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ നമുക്ക് പഠിച്ചോളാം.